നിങ്ങളെല്ലാവരും നമ്മളിൽ എന്തുകൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് അതിന് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് നടക്കണം. അത് കാരണം കൊണ്ടാണ് പരിസ്ഥിതിന്റെ ഇത് ഇവനാണ് വലിയ നമ്മളവിടെ കണ്ണൂർ കണ്ടത് പാർക്ക് വന്നത് മാത്രമേ വലിയ ഇത് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാർക്ക് രോഗം ഉണ്ടായിട്ട് ഒന്നും പറയുന്നത് ഇതിന് ഒന്നും പാർക്ക് അല്ല ഈ പരിസ്ഥിതി ഇത് പറഞ്ഞിട്ട് ബിജെപിക്കാരും വന്ന് പങ്കെടുത്തില്ലേ? കാരണം അവര് അണികളുണ്ട്. പോളിറ്റിക്കാൻ മറ്റു ചെല്ലാൻ പറ്റൂല. ഉമ്മൻചാണ്ടി പോകാറുള്ളപ്പോ ഇറങ്ങിയില്ല. മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അപ്പം മുന്നിട്ട് ഇറങ്ങിയില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാരും ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുമ്പോ അച്യുതാനന്ദന് കോച്ചിങ്ങാണെങ്കിൽ അപ്പൊ പോകേണ്ടി ഇത് പിന്നൊക്കെ കഴിഞ്ഞില്ല. ഞങ്ങൾ വിളിച്ചിട്ട് UDF വന്നില്ലാറുണ്ട്. കാരണം ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞത് നമ്മളോട് ഡേറ്റ് അറിയിച്ചിട്ടില്ല. ഇതെന്നാണ് മറ്റേ വർക്കത്തിൽ ഡേറ്റ് പഞ്ചായത്തി പറഞ്ഞ പരിപാടിയാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞ ഇതെന്നാ മഹാസമ്മേളനം അല്ലടാ. മൻമോഹൻ സിംഗ് വീണ്ടും ഇതിനെ കുറിച്ച് പഠിക്കാണ്ടെന്ന് പറഞ്ഞാണ്. അതാണ് ലാസ്റ്റ് പറഞ്ഞ വാക്കാണ്. റിപ്പോർട്ട് വെച്ചത് 16 പ്രാവശ്യം എന്ന് പറഞ്ഞ പരീക്ഷിച്ച് പോയി. പറഞ്ഞവരെല്ലാം ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോ അതിന്റെ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ വായിക്കൊണ്ട് വെച്ച് നോക്കുക. പിന്നെ ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് ചങ്ങായി പറഞ്ഞത് പിന്നെ ഇത് ഒന്നും പ്രശ്നം പറയാം. അവരെ കൂട്ടിട്ട് അവർക്ക് ഇവിടുന്ന് അതേ ഡോസിൽ അവന്റെ ഭാര്യക്ക് കൊടുക്കാന്ന് വെച്ചാൽ അവള് പ്രസവിക്കുന്ന കുട്ടി എങ്ങനെ ഉള്ളത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ മാത്രമാണ് കട്ട്ലേറ്റുള്ള കടക്കാരൻ 16 വർഷമായിട്ട് ഒരു ദിവസം കൊണ്ടൊന്നല്ല ഒരു ദിവസം കൊണ്ടൊന്നല്ല. ഇത് അടിച്ചോടുന്ന കേരളത്തിൽ കോൺഗ്രസ് കാല് ചെറുതാകലും ഒന്നല്ല ഉണ്ടായത്. പക്ഷെ ഇത് കുറച്ച് ഇതിനാരും അനുകൂലിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റം പറയുന്ന കോൺഗ്രസ് മെല്ലെ മെല്ലെ അത് കണ്ടിട്ട് രാഷ്ട്രീയവൽക്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഉണ്ടാക്കിയുള്ള മുഖ്യമന്ത്രിക്കും ശരത് പവാറിന് ശരത് പവാറിന്റെ ഇതോട് കൂടിച്ചല്ലോ നിങ്ങൾ കേരളം ഭരിച്ചത്. എന്താ ശരത് പവാർ നിരോധിക്കുന്നില്ല. അയാളാണ് കൃഷിമന്ത്രി. നിങ്ങളിപ്പോ രാഷ്ട്രീയവൽക്കരിക്കുന്നത്. നിങ്ങളിപ്പോ എന്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ട മാറ്റി നിർത്തിയില്ല. നിങ്ങളുടെ ഭരണത്തിൽ കയറ്റി അയാളുടെ മന്ത്രിയാക്കിയാൽ ഇപ്പം അത് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പൊ അതിനൊരു ഇതുമില്ലാതെ പരിപാടി നിർത്തലാക്കണം പറഞ്ഞെന്തോ നിർത്തലാക്കാൻ പിന്നെന്താണ് ഇപ്പൊ പറയണത്? നിരോധിക്കണം തന്നെ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് നമ്പർ കൊടുക്കാം. അതിന്റെ നമ്പർ നിങ്ങൾ നിരോധി പരിപാടിക്ക് നമ്മളില്ല. അല്ലാണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഇതങ്ങോട്ട് നമുക്ക് തീരുമാനിക്കലല്ല.
ഞാൻ ഇടാം നോക്ക് നീ ഇങ്ങനെ കാണിച്ചു ഞാൻ ഇടാം നമ്പർ കൊടുത്തേ 20 കോടി ഡോക്ടർ ഉണ്ണി റെഡ് ഡോക്ടർ ഉണ്ണി പാലക്കാട് എന്നല്ലേ പാലക്കാട് $45 ലക്ഷം ഒരു മാസം ഫീസ് കൊടുത്തിട്ട് പഠിപ്പിക്കാം പിണറായിന്റെ മാനിക്ക് അതോടുന്ന പൈസ നിങ്ങളുടെ പാർട്ടിന്റെ ഓ പിന്നെ ഇവിടെ 50 ലക്ഷം കൊടുക്കണം ഓരോ മാസം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ 2 മാസം അതിന്റെ ഓട്ടം എവിടെ നോക്കിയാലും കേരളത്തിലേക്ക് വന്നു അതെ അത് പിണറായിയാണല്ലോ പോയി ഞങ്ങൾ വാങ്ങിയത് അതേമാതിരി നിങ്ങളുടെ പത്രം തന്നെയല്ലേ പോയിട്ട് 2 കോടി മേടിച്ച് തിരിച്ചു കൊടുക്കും അപ്പൊ അഴിമതിയില്ല അഴിമതി അതാദ്യം നിർത്തല ആ യുദ്ധം മറ്റേ ആ യുദ്ധം നടക്കുമ്പോ ശവപ്പെട്ടി മേടിച്ചാൽ അഴിമതി നടത്തിയ ആൾക്കാരാണ് രണ്ടെണ്ണല്ല 3 വേണു അതെന്നാ